ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. അടുത്ത മാസം 14-ാം തീയതിയാണ് ISL ആരംഭിക്കുക. ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടന്നിട്ടുണ്ടെങ്കിലും ചില ക്ലബ്ബുകൾക്ക് ഇപ്പോഴും ISLൽ പങ്കെടുക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ സംശയങ്ങളുണ്ട്. പക്ഷേ ഭൂരിഭാഗം ക്ലബ്ബുകളും പങ്കെടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒഡീഷ FC കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ സംശയങ്ങൾ നിലനിൽക്കുന്നത്. ഇന്ന് 5 മണിക്ക് മുന്നേ അന്തിമ തീരുമാനം നൽകണമെന്ന് ഒഡീഷ FC ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും എല്ലാ ക്ലബ്ബുകളെയും വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത്. അക്കാര്യത്തിൽ യാതൊരുവിധ സംശയങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ പല ക്ലബ്ബുകളും സാലറി കട്ട് നടപ്പിലാക്കാനുള്ള ഒരുക്കത്തിലാണ്. എല്ലാ താരങ്ങളും സാലറി കുറയ്ക്കേണ്ടി വരും. എന്നാൽ മോഹൻ ബഗാനെ അത് ബാധിക്കില്ല. റോസ് സ്പോർട്സ് ഗ്ലോബൽ അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് മോഹൻ ബഗാന്റെ മാനേജ്മെന്റ് ബജറ്റ് കുറക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മോഹൻ ബഗാൻ താരങ്ങൾക്ക് പാക്കറ്റ് എടുക്കേണ്ടി വരില്ല. അതിനർത്ഥം കരാർ പ്രകാരമുള്ള മുഴുവൻ സാലറിയും മോഹൻ ബഗാൻ താരങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. അതായത് ഓരോ സീസണിലും മോഹൻ ബഗാൻ മാനേജ്മെന്റ് ഓരോ തുക, ഒരു ബജറ്റ് നീക്കി വെക്കാറുണ്ട്. ആ ബജറ്റ് ഇത്തവണയും മുഴുവനായിട്ട് നീക്കിവെക്കും. അതിൽ കുറവൊന്നും വരില്ല. അതുകൊണ്ട് തന്നെ എല്ലാ താരങ്ങൾക്കും മുഴുവൻ സാലറിയും ലഭിക്കും എന്നാണ് റോസ് സ്പോർട്സ് ഗ്ലോബൽ പറഞ്ഞിട്ടുള്ളത്. അതായത് മോഹൻ ബഗാന്റെ താരങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല, മുഴുവൻ സാലറിയും അവർക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഇനി ജനുവരി 11-ാം തീയതി മോഹൻ ബഗാൻ ഒരു സൗഹൃദ മത്സരം കളിക്കുന്നുണ്ട്. അത് അവരുടെ റിസർവ് ടീമിനെതിരെയാണ്. അതായത് മോഹൻ ബഗാന്റെ സീനിയർ ടീമും മോഹൻ ബഗാന്റെ റിസർവ് ടീമും ഒരു സൗഹൃദ മത്സരം വരുന്ന 11-ാം തീയതി കളിക്കും എന്ന കാര്യം കൂടി റോസ് സ്പോർട്സ് ഗ്ലോബൽ പങ്കുവച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ഈ പ്രതിസന്ധികൾ ഒന്നും തന്നെ മോഹൻ ബഗാനെ ബാധിക്കുന്നില്ല. പരിശീലകനായ ലൊബേർക്ക് കീഴിൽ അവരിപ്പോഴും ട്രെയിനിങ് തുടരുകയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.